ശ്രീ എം എഴുതിയ ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിന്റെ രണ്ടാമത്തെ അധ്യായമാണ് ഈ വീഡിയോ. ഒന്നാം ഭാഗം കണ്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സംഭവത്തെക്കുറിച്ച് പറയേണ്ട സമയമായി എന്ന് ഞാൻ കരുതുന്നു. എന്റെ ഗുരുവുമായി എങ്ങനെ ബന്ധം സ്ഥാപിക്കപ്പെട്ടു എന്ന കഥയുടെ തുടക്കം അതാണ്. അന്നെനിക്ക് 9 വയസ്സ് കഴിഞ്ഞിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്നത് തിരുവനന്തപുരം നഗരത്തിലെ വഞ്ചിയൂർ പ്രദേശത്തായിരുന്നു. അംബുജവിലാസം റോഡിലെ ഒരു വിശാലമായ വീട്ടിലാണ് ഞങ്ങളുടെ കുടുംബം താമസിച്ചിരുന്നത്. അച്ഛൻ, അമ്മ, ഇളയ സഹോദരി, അമ്മൂമ്മ എന്നിവരടങ്ങിയ ഒരു സാധാരണ കുടുംബം. വീട്ടിന്റെ പേര് പള്ളിവീട് എന്നായിരുന്നു. അന്ന് മാസം 40 രൂപ വാടക കൊടുക്കേണ്ടി വന്നിരുന്നു. ആ കാലത്ത് അത് ചെറിയ തുകയല്ല. വീട്ടിന്റെ മുൻവശം അത്ര വിശാലമല്ലായിരുന്നു. എന്നാൽ പിന്നിലത്തെ മുറ്റം വളരെ വലിയതായിരുന്നു. ഏകദേശം 1/2 ഏക്കറോളം സ്ഥലം. അവിടെ തെങ്ങുകളും പ്ലാവുകളും പൂച്ചെടികളും നിറഞ്ഞു നിന്നിരുന്നു. അമ്മ വീട്ടുമുറ്റത്ത് കോഴികളെ വളർത്തിയിരുന്നു. ചെറിയ കുഞ്ഞുങ്ങളെ പിന്തുടർന്ന് നടക്കാറുള്ള അമ്മക്കോഴിയെ കാണുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. പരുന്തുകൾ പിടിച്ചുകൊണ്ടുപോകാതിരിക്കാനായി കുഞ്ഞുങ്ങളുടെ മേൽ നിറം പൂശിയിരിക്കും. കൂടാതെ വീട്ടിൽ 2 ആടുകളെയും വളർത്തിയിരുന്നു. എന്റെ അച്ഛൻ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറുകൾ എടുത്ത് ജോലി ചെയ്തിരുന്നു. അതിനൊപ്പം പഴയ പേപ്പർ വ്യാപാരവും നടത്താറുണ്ടായിരുന്നു. പ്രിന്റിംഗ് പ്രസ്സുകളിൽ നിന്ന് ശേഖരിച്ച പഴയ പേപ്പറുകൾ ചാക്കുകളിലാക്കി സൂക്ഷിക്കാൻ വീട്ടിന്റെ പിന്നിൽ ഒരു വലിയ ഷെഡുണ്ടായിരുന്നു. എനിക്കും എന്റെ സഹോദരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ആ ഷെഡായിരുന്നു. അവിടെ ഞങ്ങൾ ഒളിച്ചുകളി കളിക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ പേപ്പർ ചാക്കുകളുടെ മേൽ കയറിയിരുന്ന് കഥകളും കളികളും സൃഷ്ടിച്ച് സമയം ചിലവഴിക്കുമായിരുന്നു. അർത്ഥമില്ലാത്ത വാക്കുകൾ കൂട്ടിച്ചേർത്ത് ചെറിയ കവിതകളുണ്ടാക്കുന്നതും ഞങ്ങളുടെ ഒരു കളിയായിരുന്നു. മുറ്റത്തെ ചുറ്റുമതിൽ വളരെ ഉയരമുള്ളതല്ലായിരുന്നു. ഏകദേശം 3 അടി ഉയരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മണ്ണുകൊണ്ടുണ്ടാക്കിയ മതിലായിരുന്നു അത്. മുറ്റത്തിന്റെ നടുവിൽ ഒരു പഴയ പ്ലാവിന്റെ ഒരു കൊമ്പ് താഴേക്ക് വളഞ്ഞു തൂങ്ങിയിരുന്നു. അതിൽ കയറി ആടുക എന്നത് ഞങ്ങൾക്കൊരു വലിയ വിനോദമായിരുന്നു. അയൽവീട്ടിലെ കുട്ടികളും ഞങ്ങളോടൊപ്പം കളിക്കാൻ വരുമായിരുന്നു. എന്നാൽ മുറ്റത്തിന്റെ വലതുവശത്ത് അകലെ ഒരു വലിയ പഴയ പ്ലാവുണ്ടായിരുന്നു. എന്റെ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിച്ച അത്ഭുതകരമായ സംഭവം നടന്നത് അതിന്റെ ചുവട്ടിലായിരുന്നു. ഞാനും സഹോദരിയും പഠിച്ചിരുന്നത് വീട്ടിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിലുള്ള ഹോളി ഏഞ്ചൽസ് കോൺവെന്റിലായിരുന്നു. സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയാൽ ആദ്യം കൈയും കാലും കഴുകി വൃത്തിയാക്കും. പിന്നെ കുറച്ചു ഭക്ഷണം കഴിച്ച ശേഷം സന്ധ്യ വരെ വീട്ടിന്റെ പിന്നിലെ മുറ്റത്ത് കളിക്കും. സന്ധ്യാസമയത്ത് വീണ്ടും കൈയും മുഖവും കഴുകിയ ശേഷം അമ്മൂമ്മയോടൊപ്പം ഇരുന്ന് കുറച്ചു സമയം അറബിയിലും ഉർദുവിലും പ്രാർത്ഥന നടത്തുമായിരുന്നു. അതിനുശേഷം ഗൃഹപാഠം ചെയ്ത് അത്താഴം കഴിക്കും. രാത്രി ഉറങ്ങാൻ മുമ്പ് അമ്മൂമ്മ അറേബ്യൻ കഥകളും തന്റെ ജീവിതാനുഭവങ്ങളും പറഞ്ഞു തരുന്നത് പതിവായിരുന്നു. അന്നൊരു സന്ധ്യയായിരുന്നു. എന്റെ സഹോദരി സാധാരണത്തേക്കാളും മുമ്പേ വീട്ടിനുള്ളിലേക്ക് പോയി പഠിക്കാനിരുന്നു. ഞാൻ മാത്രം മുറ്റത്ത് വെറുതെ നടന്നുകൊണ്ടിരുന്നു. വൈകുന്നേരത്തിന്റെ മങ്ങിയ വെളിച്ചം ചുറ്റും നിറഞ്ഞിരുന്നു. വീട്ടിനുള്ളിലേക്ക് പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ എന്തുകൊണ്ടോ എന്റെ കാലുകൾ നേരെ വീട്ടിലേക്കല്ല, മുറ്റത്തിലെ വലിയ പ്ലാവിന്റെ ദിശയിലേക്കാണ് നടന്നത്. അവിടെ എത്തിയപ്പോൾ ഞാനൊരു വിചിത്ര കാഴ്ച കണ്ടു. പ്ലാവിന്റെ ചുവട്ടിൽ ഒരാൾ നിൽക്കുകയായിരുന്നു. അദ്ദേഹം കൈകൊണ്ട് എന്നെ അടുത്തേക്ക് വരാൻ സൂചിപ്പിച്ചു. സാധാരണയായി അങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു കുട്ടിക്ക് ഭയം തോന്നേണ്ടതായിരുന്നു. എന്നാൽ അതിശയകരമായി എനിക്കൊട്ടും ഭയം തോന്നിയില്ല. മറിച്ച് ആ മനുഷ്യന്റെ അടുത്തേക്ക് പോകണം എന്നൊരാകർഷണം എന്റെ ഉള്ളിൽ തോന്നി. ഞാൻ വേഗത്തിൽ അദ്ദേഹത്തിങ്കലെത്തി. അദ്ദേഹം ഉയരമുള്ള ഒരാളായിരുന്നു. സുന്ദരവും ശാന്തവുമായ മുഖം. അരയിൽ മുട്ടുവരെ എത്തുന്ന വെള്ള നിറത്തിലുള്ള ഒരു വസ്ത്രം മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. കാലുകളിൽ ചെരിപ്പില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ നീണ്ട ജടാമുടി തലയിൽ കെട്ടിയിരുന്നു. കാതുകളിൽ ചെമ്പുകുണ്ടലങ്ങളുമുണ്ടായിരുന്നു. വലതു കൈയിൽ കറുത്ത നിറമുള്ള ഒരു ജലപാത്രവും പിടിച്ചിരുന്നു. എന്നാൽ എല്ലാറ്റിലും കൂടുതൽ എന്നെ ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ കണ്ണുകളായിരുന്നു. വലിയതും ആഴമുള്ളതുമായ ആ കണ്ണുകളിൽ അതിശയകരമായ സ്നേഹവും കരുണയും തെളിഞ്ഞിരുന്നു.
അദ്ദേഹം മടിയില്ലാതെ തന്റെ വലതുകൈ എന്റെ തലയിൽ വെച്ചു. പിന്നെ സ്നേഹപൂർവമായ ശബ്ദത്തിൽ ഹിന്ദിയിൽ ചോദിച്ചു, കുച്ച് യാദായ, എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ആ അജ്ഞാതൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് വ്യക്തമായി മനസ്സിലായി. പല തലമുറകളായി ഞങ്ങളുടെ കുടുംബം കേരളത്തിൽ താമസിച്ചിരുന്നെങ്കിലും വീട്ടിൽ സംസാരിച്ചിരുന്നത് പ്രത്യേക രീതിയിലുള്ള ഉർദു ഭാഷയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഹിന്ദിയിൽ ചോദിച്ചപ്പോൾ എനിക്കതിന്റെ അർത്ഥം ബോധ്യമായി. അദ്ദേഹം എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ലളിതമായി ഇല്ല എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സ്നേഹത്തോടെ എന്റെ തലയിൽ നിന്ന് കൈമാറ്റി തന്റെ നെഞ്ചിൽ കൈവച്ച് മൃദുവായി പറഞ്ഞു, പിന്നീടെല്ലാം മനസ്സിലാകും, ഇപ്പോൾ നീ വീട്ടിലേക്ക് മടങ്ങുക. അദ്ദേഹത്തിന്റെ വാക്കുകളുടെ അർത്ഥം അന്നത്തെ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ വീട്ടിലേക്ക് നടന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി അനുഭവിച്ചു. അദ്ദേഹത്തിന്റെ സ്പർശനം എന്റെ മനസ്സിൽ ഒരു അപൂർവമായ ശാന്തിയും ലാഘവവും നൽകി. വീട്ടിനുള്ളിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഞാൻ വീണ്ടും തിരിഞ്ഞ് പ്ലാവിന്റെ ചുവട്ടിലേക്ക് നോക്കി. എന്നാൽ അപ്പോഴേക്കും ആ മനുഷ്യൻ അവിടെയുണ്ടായിരുന്നില്ല. ഒരു നിമിഷം മുമ്പ് കണ്ടയാളെ അവിടെ കാണാനില്ല. ഇരുട്ട് പതുക്കെ കനക്കുകയായിരുന്നു. ആ സംഭവത്തിന്റെ ആവേശത്തിൽ ഞാൻ അടുക്കളയിലേക്ക് ഓടി. അമ്മയും സഹോദരിയും അവിടെയുണ്ടായിരുന്നു. സംഭവിച്ച കാര്യം അവരോട് പറയണമെന്ന് എനിക്ക് വളരെ ആഗ്രഹം തോന്നി. അടുക്കളയിൽ നിന്ന് രുചികരമായ ഭക്ഷണത്തിന്റെ സുഗന്ധം പരന്നിരുന്നു. ഞാൻ പറയാൻ ആരംഭിച്ചുവെങ്കിലും വാക്കുകൾ പുറത്തു വരാതെ പോയി. എന്റെ ശബ്ദം ആരോ തടഞ്ഞതുപോലെ തോന്നി. വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും അതേ അവസ്ഥ തന്നെ. അമ്മ ആശങ്കയോടെ ചോദിച്ചു, നിനക്കെന്തുപറ്റി? നീ വേഗത്തിൽ ഓടിയാണോ വന്നത്? അതെ എന്നൊരു വാക്ക് മാത്രമേ എനിക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ സംഭവിച്ച കാര്യം വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ശബ്ദം മുട്ടിപ്പോകും. പിന്നീടും പലവട്ടം ഈ സംഭവം പറയാൻ ഞാൻ ശ്രമിച്ചു. എന്നാൽ ഓരോ തവണയും അതേ തടസ്സം അനുഭവപ്പെട്ടു. അപ്പോഴാണ് എനിക്കൊരു തോന്നലുണ്ടായത്. എന്തോ ഒരു അദൃശ്യ ശക്തി ഈ അനുഭവം ഉടൻ പുറത്തു പറയാൻ അനുവദിക്കുന്നില്ലെന്ന്. അതിനാൽ ഞാൻ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കാനാണ് തീരുമാനിച്ചത്. ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഞാൻ ഈ സംഭവത്തെ മറ്റൊരാളോട് പറയുന്നത്. ആദ്യമായി അത് പറഞ്ഞത് എന്റെ ഗുരുവിനോടാണ്. പ്ലാവിൻ ചുവട്ടിൽ ഞാൻ കണ്ട ആ മഹാപുരുഷനെയാണ് പിന്നീട് ഹിമാലയത്തിൽ വീണ്ടും കണ്ടുമുട്ടിയത്. ആ കൂട്ടിക്കാഴ്ചയിലാണ് അദ്ദേഹം എന്നെ ഔദ്യോഗികമായി ശിഷ്യനായി സ്വീകരിച്ചത്. അതിനെക്കുറിച്ച് പിന്നീട് വിശദമായി പറയാം. ആ സംഭവത്തിനു ശേഷം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞാൻ മറ്റുള്ള കുട്ടികളെപ്പോലെ തന്നെയായിരുന്നു. എന്നാൽ എന്റെ ഉള്ളിൽ ഒരു പുതിയ യാത്ര ആരംഭിച്ചിരുന്നു. ദൈനംദിന ജീവിതത്തോടൊപ്പം ഒരു ആന്തരിക ആത്മീയ അനുഭവം പതുക്കെ വളർന്നുകൊണ്ടിരുന്നു. ധ്യാനമെന്നത് എന്താണെന്ന് പോലും എനിക്കെന്ന അറിവില്ലായിരുന്നു. എന്നിരുന്നാലും ഞാൻ സ്വാഭാവികമായി ധ്യാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഒരു രാത്രി ഞാൻ അമ്മയുടെയും സഹോദരിയുടെയും സമീപത്ത് കിടന്നിരുന്നു. അന്ന് ആ അജ്ഞാതന്റെ സ്നേഹനിറഞ്ഞ കണ്ണുകൾ വീണ്ടും വീണ്ടും എന്റെ മനസ്സിൽ തെളിഞ്ഞു. സാധാരണയായി ഞാൻ ഗാഢമായി ഉറങ്ങുന്ന കുട്ടിയായിരുന്നു. എന്നാൽ അന്നത്തെ രാത്രി വ്യത്യസ്തമായിരുന്നു. ഏകദേശം അർദ്ധരാത്രിയോടെ എന്റെ നെഞ്ചിന്റെ നടുവിൽ ഒരു വിചിത്രമായ അനുഭവം ആരംഭിച്ചു. മൃദുവായ ഒരു തൂവൽ ഹൃദയത്തെ സ്പർശിക്കുന്നതുപോലെ തോന്നി. അതിനൊപ്പം ഒരാനന്ദത്തിന്റെ തരംഗം പതുക്കെ ഉയർന്നു. ആ അനുഭവം പിന്നീട് നട്ടെല്ലിലൂടെ മുകളിലേക്ക് പടർന്നു. ഞാൻ എഴുന്നേറ്റിരിക്കണമെന്ന് തോന്നിയെങ്കിലും അങ്ങനെ ചെയ്താൽ അമ്മ ഉണരും എന്നതിനാൽ ഞാൻ കണ്ണടച്ചുകൊണ്ട് ആ അനുഭവത്തിലേക്ക് ശ്രദ്ധിച്ചു. അപ്പോൾ എന്റെ മനസ്സിൽ വീണ്ടും ആ സ്നേഹപൂർണമായ കണ്ണുകൾ തെളിഞ്ഞു. ഒരു നിമിഷത്തിനു ശേഷം അവ അപ്രത്യക്ഷമായി. അതിനു പകരം ഒരു മൃദുവായ പ്രകാശം ഹൃദയത്തിനുള്ളിൽ നിറയുന്നതുപോലെ അനുഭവപ്പെട്ടു. അത് വിവരണം ചെയ്യാൻ പ്രയാസമുള്ള ഒരു ആനന്ദമായിരുന്നു. ഒരു വിചിത്രമായ സമാധാനവും ആഴത്തിലുള്ള സന്തോഷവും അതിലുണ്ടായിരുന്നു. എത്ര സമയം അത് നീണ്ടുനിന്നുവെന്ന് എനിക്കറിയില്ല. അടുത്ത ദിവസം രാവിലെ അമ്മ എന്നെ വിളിച്ചുണർത്തിയപ്പോഴാണ് ഞാൻ സാധാരണ ബോധത്തിലേക്ക് മടങ്ങിയത്. എണീക്കൂ, സ്കൂളിൽ പോകാനുള്ള സമയമായി എന്ന അമ്മയുടെ ശബ്ദം കേട്ട് ഞാൻ കണ്ണു തുറന്നു. ഒരു നിമിഷം മുമ്പുണ്ടായിരുന്ന ആ പ്രകാശവും ആനന്ദവും എല്ലാം ഇല്ലാതായി. എന്നാൽ ധ്യാനത്തിനിടെ കണ്ട ആ സ്നേഹനിറഞ്ഞ കണ്ണുകൾ മാത്രം എന്റെ മനസ്സിൽ വന്ന് മാറിയില്ല. ആ ദിവസത്തിനു ശേഷം ഓരോ രാത്രിയിലും സമാനമായ ധ്യാനാനുഭവങ്ങൾ തുടങ്ങുകയായിരുന്നു.
ചില അതിശയകരമായ അനുഭവങ്ങളുമുണ്ടായി. എങ്കിലും എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയത് പിന്നീട് കണ്ടുമുട്ടിയ മഹാത്മാക്കളും വിശുദ്ധന്മാരുമായിരുന്നു. അതുപോലെ തന്നെ അതിശയകരമായി ചില ആത്മീയ ഗ്രന്ഥങ്ങൾ എന്റെ കൈകളിലേക്കെത്തുകയും ചെയ്തു. എന്റെ ജീവിതത്തിന്റെ വഴിയെ മാറ്റിമറിച്ച ഗ്രന്ഥങ്ങൾ. പുണ്യാത്മാക്കളെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.